ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ നാട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് വ്ലോഗാണ് കേട്ടത്. അപ്പൊ 1 ഡേ കഴിഞ്ഞപ്പോൾ തന്നെ ഇക്കുന്റെ ബ്രദറിന്റെ ഹൗസ് വാമിങ് ആയിരുന്നു. അപ്പൊ രാവിലെ തന്നെ നമ്മൾ എല്ലാവരും പാല് കാച്ചാനായിട്ട് പോയേക്കാണ് കേട്ടോ പുതിയ വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ പാല് തിളച്ച് പൊന്താനായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ബാബയുടെ വീട്ടിലത്തെ ആൾക്കാരും പിന്നെ ഇക്കാടെ വീട്ടിലത്തെ ആൾക്കാരും മാത്രമായിട്ട് കുറച്ച് പേരായിട്ടാണ് ഈ ഒരു പാല് കാച്ചിൽ നടത്തിയത് കേട്ടോ. പിന്നെ കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്നു തുടങ്ങും. അപ്പൊ ഇതേ പാലൊക്കെ തിളച്ച് പൊന്തിയിട്ടുണ്ട്. എല്ലാവരും പിന്നെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇതാ ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെ കൂടെ സീനും ഉണ്ട് കേട്ടോ. എൻ്റെ സിസ്റ്ററിന്റെ മോനാണ്. അങ്ങനെ ഇനി നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതേ ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ വീട് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള അറബിക് റൈറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഉള്ളിൽ കയറി വരുമ്പോൾ തന്നെ ഉള്ള ഹോളാണ് കേട്ടോ അത്. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സിറ്റിംഗ് റൂം ഉണ്ട്. അവിടെ ഇങ്ങനെ ഇതേ സോഫയൊക്കെ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. അവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പൊ ഇനിയും ആൾക്കാർ വരാനുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. പിന്നെ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഡൈനിങ് ഏരിയ ഉള്ളത്. അവിടെ നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ വോളായാലും ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരെ കിച്ചണിലേക്കാണ് വരിക. അപ്പോൾ കിച്ചണിൽ 2 കിച്ചണും ജസ്റ്റ് ഒരു ഡിവൈഡ് ചെയ്ത പോലെ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടുന്ന് തന്നെ വർക്ക് ഏരിയയും വരുന്നുണ്ട്. വർക്ക് ഏരിയയിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, പ്ലെയിൻ ആയിട്ട് ഇട്ടേക്കാണ് കേട്ടോ. പിന്നെ 2 റൂമാണ് താഴെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് റൂമിൽ എന്താ നമ്മളെ കുട്ടീസൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതേ സെക്കൻഡ് റൂമിൽ ഫുള്ളാണ് കേട്ടോ, നിറച്ചും ആൾക്കാരുണ്ട്. അപ്പോൾ 2 റൂമും ഏകദേശം സെയിം രീതിയിലാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വോളിൻ്റെ പെയിൻറ് മാത്രം ചേഞ്ച് ആയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് വന്നപ്പോൾ ഞങ്ങൾ 2 പേരും വിചാരിക്കാതെ സെയിം ഡ്രസ്സ് ഇട്ടിട്ടാ. അപ്പം നമ്മൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ, റിച്ചു, റിസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം റിസ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം അവർക്ക് ഞാൻ വീടൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മുകളിൽ പോയി. മുകളിൽ കയറി വരുന്ന സ്ഥലത്തായിട്ടാണ് TV ഒക്കെ സെറ്റ് ചെയ്യാവുന്ന ഏരിയ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ സോഫ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വലിയൊരു ഏരിയ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വിൻഡോക്ക്. പിന്നെ നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ 2 റൂമാണ് ഉള്ളത്. ആ റൂമൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ താഴെ മാത്രമാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുകളിൽ റൂമുകളൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇട്ടേക്കാണ്. ഇതൊക്കെ ബാബി ചെയ്തിട്ടുണ്ടായിരുന്ന പെയിന്റിങ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ടില്ല, ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇവരിതൊക്കെ നോക്കുകയാണ്. പിന്നെ അസീം ഇത് കടം മോനാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അവരൊക്കെ ഒന്ന് കാണിച്ചതാട്ടോ. ഇത് പുറത്തേക്കുള്ള ഭാഗമാണ് മുകളിൽ. പിന്നെ ഈ ഒരു TV വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ടുള്ള ലൈറ്റാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതിപ്പോൾ വെളിച്ചത്തായ കാരണം വല്ലാണ്ട് അറിയണില്ല. രാത്രിയൊക്കെ എടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ ഉമ്മാനെയും റിച്ചുനെയും റിസാനൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ വന്ന്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടി അതിരുന്ന് കഴിച്ച്. അപ്പോൾ ഇക്കു ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇക്കും പിന്നെ ഇക്ക, ബാബി, ഉമ്മ ഒക്കെ കൂടിയിട്ട് നെക്സ്റ്റ് ട്രിപ്പായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ഉമ്മ ഒക്കെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതേ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഈ ഗിഫ്റ്റുകളൊക്കെ അൺബോക്സ് ചെയ്യുന്ന ഇത് ഞാൻ ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ സിനുവിന് തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവനെ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വേഫിൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് കയറിയത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ കയറി നോക്കണത്. ഇവർ ഓപ്പൺ ആക്കിയിട്ട് അധികം ആയിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഇവിടുത്തെ വേഫിൾ സ്ട്രീറ്റ് സ്പെഷ്യൽ ഫലൂദയും അതേപോലെ തന്നെ ഡബിൾ ചോക്ലേറ്റ് വേഫിളും ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ആയിട്ട്.
അപ്പോൾ ഫുഡൊക്കെ വന്നു. ഫസ്റ്റ് തന്നെ വന്നത് ഈ ഒരു ഇവരുടെ സ്പെഷ്യൽ ഫലൂദയാണ്. അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, ഒരുപാട് നട്ട്സും പിന്നെ ഭയങ്കര ഒരു യമ്മിയായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത ആ ഒരു ഡബിൾ ചോക്ലേറ്റ് വേഫിൾ വന്നു. അത് അത്ര അടിപൊളിയായിരുന്നില്ല, എന്നാലും ഒരു ഓക്കെ ആണെന്ന് പറയാം. അങ്ങനെ നമ്മൾ 3 പേരും കൂടിയിട്ട് അതൊക്കെ ഇരുന്ന് കഴിച്ച് പിന്നെ നമ്മൾ സിനുവിനെ അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ നമ്മൾ ഗിഫ്റ്റ് അൺബോക്സിങ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം അൺബോക്സ് ചെയ്യുന്നത് ഇതിൽ കാണിച്ചിട്ട് അപ്പോൾ അങ്ങനെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഒക്കെ കുറേശ്ശെ ആയിട്ട് ഞാനൊന്ന് ഫാസ്റ്റായിട്ട് കാണിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹൗസ് വാമിംഗ് ഡേത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.